Transistor as an amplifier. Transistor as an amplifier. എങ്ങനെയുള്ള ആംപ്ലിഫയർ? കോമൺ എമിറ്റർ സർക്യൂട്ട് ഉപയോഗിച്ച്. കോമൺ എമിറ്റർ വേറെ പലതും നമ്മൾ പഠിച്ചു. കോമൺ എമിറ്റർ പഠിച്ചു, കോമൺ ബേസ് പഠിച്ചു, കോമൺ കളക്ടർ പഠിച്ചു. നമുക്ക് ഇഷ്ടപ്പെട്ടത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ദ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. നമുക്ക് ആ ആംപ്ലിഫിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ അല്ലെങ്കിൽ എത്രയാണോ വലുപ്പത്തിൽ കിട്ടേണ്ടത് ആ വിധത്തിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഒരു ചെറിയ സിഗ്നലിനെ ഔട്ട്പുട്ടിൽ വരുമ്പോൾ വലിയൊരു സിഗ്നലാക്കി മാറ്റുന്നു. വെദർ ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് ഓർ കറൻറ്റ് ഓർ പവർ, ആംപ്ലിഫൈഡ് സിഗ്നൽ വരണം. ഈ സിഗ്നൽ നോക്കുക, വളരെ ഭംഗിയായിട്ടുള്ളൊരു സൈൻ വേവാണ്. ആ സൈൻ വേവ്, ഈ സൈൻ വേവിനെ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സൈൻ വേവായിട്ട് തന്നെ എൻലാർജ് ചെയ്ത് കിട്ടണ്ടേ. നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റർ ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേച്ചറിന് വ്യത്യാസം വരാൻ പാടില്ല. യേശുദാസ് സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാ എന്ന് കേൾക്കുന്നതിന് പകരം ജീന്ന് കേട്ടാൽ ശരിയാവോ? അപ്പം നമുക്ക് അതേ ഓർഡറിൽ തന്നെ എവിടെയാണോ വോളിയത്തിൽ കൂടുതൽ വരുന്നത്, എവിടെയാണോ അതിൽ വ്യത്യാസങ്ങൾ വരുന്നത്, ആ വ്യത്യാസം അതേപോലെ തന്നെ ആംപ്ലിഫൈ ചെയ്യണം വിത്തൗട്ട് എനി ചേഞ്ച്. അങ്ങനെ ഒരു ചേഞ്ചും വരാതെ സിഗ്നലിനെ മാറ്റണം. ഇവിടെ എന്തെങ്കിലും ഒരു കുനിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ആംപ്ലിഫൈ ചെയ്ത് വന്നില്ലെങ്കിൽ എക്സാക്റ്റ് റിപ്ലിക്ക ആവില്ല. എക്സാക്റ്റ് വിത്തൗട്ട് എനി ചേഞ്ച്, വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻ, you need or we need the outputs in the amplified form. അങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. അപ്പം വി നീഡ് ഓൾവേസ് എ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. എന്താ അതിൻ്റെ മീനിങ്? ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്ന സിഗ്നലിനെ അതേപടി വലുതാക്കി കാണിക്കുക. അതേപടി എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം കൂടാതെ വലുതാക്കി കാണിക്കുക. അവിടെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ വേരിയേഷൻ അതേപോലെ തന്നെ ആംപ്ലിഫൈ ചെയ്യണം. അവിടെ എന്തെങ്കിലും കറകറ സൗണ്ടുകളുണ്ടെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത് വരണം. അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടാവുന്ന വിധത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ യു ഷുഡ് കീപ് ദിസ് ഐഡിയ ഇൻ മൈൻഡ്. ഇറ്റ് ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. ആ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ആവശ്യമുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫോർ ദ ആംപ്ലിഫിക്കേഷൻ ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ, if we use the first point is the amplification should be faithful. Keep that word in mind. Faithful amplification. ഈ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷന് നമുക്ക് ഏതെങ്കിലും ഒരു സിഗ്നൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് we know the graph. ആ സിഗ്നലിനനുസരിച്ച് ഈ ട്രാൻസിസ്റ്ററിൽ വരുന്ന സീറോ സിഗ്നൽ വാല്യൂസ് മാറി വരും. ഇപ്പം ഞാനിവിടെ എടുക്കുന്ന ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ഐ സി ഉണ്ടെങ്കിൽ ആ ഐ സിയുടെ വാല്യൂ സിഗ്നൽ കൂടുന്തോറും, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്തോറും കൂടി വരും. അത് റിവേഴ്സ് വരുന്തോറും കുറഞ്ഞു വരും. അപ്പം നമുക്ക് ആ വേരിയേഷൻ എന്തൊക്കെ വന്നാലും ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ്ങിന് തെറ്റ് വരാൻ പാടില്ല. ബയാസിങ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പഠിക്കാവുന്നതാണ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്, ബേസ് കളക്ടർ ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെ പോകാം. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒരു സിഗ്നലിന് ഇവിടെ കൊടുക്കുകയാണ്. ആ സിഗ്നലിൻ്റെ ആംപ്ലിഫൈഡ് ഫോം 1 മില്ലി ആംപിയർ ആണെന്ന് വിചാരിക്കും. ആംപ്ലിഫൈഡ് ഫോം ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു എന്താ പറയുക പോയിന്റ് ഇത് അല്ലെങ്കിൽ 1 മൈക്രോ ആംപിയറോ 10 മൈക്രോ ആംപിയറോ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചോ. അതിനെ ആംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. ഇതിൻ്റെ മീനിങ് ഈ വാല്യൂ ഇൻക്രീസ് ചെയ്ത് മാക്സിമം 1 മില്ലി ആംപിയറിലേക്ക് പോകുന്നു. ഡിക്രീസ് ചെയ്തപ്പോൾ എവിടേക്ക് പോകും? -1 മില്ലി ആംപിയറിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു സിഗ്നൽ, the output waveform is varying between +1 മില്ലി ആംപിയർ ആൻഡ് -1 മില്ലി ആംപിയർ. ഈ സിഗ്നലാണ് ഞാൻ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഔട്ട്പുട്ടിൽ ഓൾറെഡി ഡി സി വാല്യൂ ഉണ്ട്. എന്താ ഡി സി വാല്യൂവിന് നമ്മൾ പറയുക? സീറോ സിഗ്നൽ വാല്യൂ. ഇത് 1 മില്ലി ആംപിയർ ആണെന്ന് വിചാരിക്കും. മില്ലി ആംപിയർ. ഞാൻ ഇവിടേക്ക് സിഗ്നൽ കൊടുത്തു.
സിഗ്നൽ കൊടുത്തപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ്, 0 അല്ല ബേസ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്ത് ഉണ്ടാവും? ഓൾറെഡി ബേസ് 1 മില്ലി ആംപിയർ ഉണ്ട്. ആ 1 മില്ലി ആംപിയറിൽ നിന്ന് കൂടി ഇതിൻ്റെ സ്ട്രെങ്ത്ത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ കൂടി എവിടേക്ക് എത്തും? 2 മില്ലി ആംപിയറിലേക്ക് എത്തും. കുറഞ്ഞ് 0യിലേക്ക് 1ലേക്ക് എത്തി. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ -1 എന്ന് പറഞ്ഞാൽ ഇവിടെ 0ക്ക് എത്തുക. നോക്കൂ, ഈ ഗ്രാഫ് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 2 മില്ലി ആംപിയറിലാണ് കേട്ടോ. ഇഫ് ദി ഔട്ട്പുട്ട് സിഗ്നൽ ഈസ്, സിഗ്നലിൻ്റെ മാത്രം കറണ്ട് വേരിയേഷൻ 1 മില്ലി ആംപിയർ ആണെങ്കിൽ, ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും, 1 മില്ലി ആംപിയർ ആണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമോ അത് കൂടി 2 മില്ലി ആംപിയറിലേക്ക് വരുന്നു. കാരണം ഞാൻ ഓൾറെഡി DC 1 മില്ലി ആംപിയർ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. DC വാല്യൂ വി കോൾ ഇറ്റ് എസ് ദ സീറോ സിഗ്നൽ വാല്യൂ. സീറോ സിഗ്നൽ വാല്യൂ 1 മില്ലി ആംപിയറിൽ നിർത്തിയത് കൊണ്ട് സിഗ്നൽ വന്നപ്പോൾ അത് കൂടി 2 മില്ലി ആംപിയറിലേക്ക് വന്നു. എപ്പോൾ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോഴോ ആ 1 സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ഡിക്രീസ്. ഇവിടെ -1ലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ബേസ് 1 ആയതുകൊണ്ട് 0ലേക്കല്ലേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽ ഇതുപോലെ നമുക്ക് കിട്ടുന്നു. സീ ദ ഇഫക്റ്റ്. ഇങ്ങനെ കറണ്ടിൻ്റെ വേരിയേഷൻ ഉണ്ടെങ്കിലും ഔട്ട്പുട്ടിലൂടെ കൃത്യം ലാസ്റ്റ് മൊമെൻറ്റിൽ ഇല്ല ഒരു, അല്ലെങ്കിൽ ജസ്റ്റ് 0 എന്ന് പറയുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ സമയത്തും കളക്ടറിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ട്. കളക്ടറിൽ ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് അത് കീപ്പ് ചെയ്യുന്നു. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് കീപ്പ് ചെയ്യുന്നു. ക്ലിയറായി? ഇതിന് ഞാൻ അല്ലാത്തൊരു സിറ്റുവേഷൻ നോക്കിയാൽ, ഈ സിറ്റുവേഷന് പകരം ഇതേ സിഗ്നൽ ഞാൻ കൊടുക്കുമ്പോൾ 0 സിഗ്നൽ വാല്യൂ എന്ന് പറയുന്നത് 0.5 കൊടുത്തു എന്ന് വിചാരിക്കും. 0.5, 1, 2, ഇവിടെ 1.5. The base, suppose instead of 1 milliampere, it is 0.5 milliampere. അങ്ങനെയാണെങ്കിൽ ഇതേ വേരിയേഷൻ എങ്ങനെ വരും? 0.5ൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് ആ സിഗ്നൽ 1 മില്ലി ആംപിയർ ഇൻക്രീസ് വരുന്നതാണ്. അപ്പോൾ 0.5ൽ നിന്ന് 1.5ലേക്കാണ് കൂടുന്നത്. 1ൽ നിന്ന് 2ലേക്ക് കൂടുന്ന പോലെ 0.5ൽ നിന്ന് 1.5ലേക്ക് കൂടുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴോ ഈ 0.5ൽ നിന്ന് 1 മില്ലി ആംപിയർ കുറയണം. 1 മില്ലി ആംപിയർ കുറയണമെങ്കിൽ താഴേക്ക് വരണ്ടേ? എവിടെ? നെഗറ്റീവ് 0.5ലേക്ക് വരണം. അങ്ങനെ നെഗറ്റീവ് 0.5ൽ നിന്നാണ് പിന്നീട് ഇൻക്രീസ് വരുന്നത്. എന്താ വ്യത്യാസം ഇത് രണ്ടും തമ്മിൽ? ഈ പാർട്ട് ഇവിടെ നിന്ന് താഴേക്ക് വന്നു എന്ന് പറഞ്ഞാൽ കളക്ടർ കറൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനായി നടത്തും. അങ്ങോട്ട് ഫ്ലോ ചെയ്തിരുന്ന കറൻറ്റ് കുറച്ച് നേരം ഇങ്ങോട്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ പോയി. അത് സാറ്റിസ്ഫൈഡ് അല്ലാണ്ടായി. ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാണ്ടായി. ട്രാൻസിസ്റ്റർ ഈ റീജിയണിൽ വർക്ക് ചെയ്യില്ല. ദാറ്റ് മീൻസ് this much portion of the negative half cycle is cut off. പോയി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളതേ ഉള്ളൂ. ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും കൂടി, അതിങ്ങനെ വന്നു, വീണ്ടും ഇങ്ങനെ വന്നു, ഇപ്പുറത്ത് വരുമ്പോൾ അത് വീണ്ടും കട്ട് ഓഫ് ഇങ്ങനെ വന്നു. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വി നീഡ് ഈ പോർഷൻ കളയാത്ത വിധത്തിലേക്ക് വരണം. ഏത് പോർഷന്? നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് അതിൽ ഒട്ടും കട്ട് ചെയ്യാത്ത വിധത്തിൽ, ഒരിക്കൽ പോലും ഒരു പോർഷൻ പോലും ഒഴിവാക്കുന്ന ആംപ്ലിഫിക്കേഷൻ നമുക്ക് പറ്റില്ല. പകരം ഫുൾ പോർഷൻ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഷുഡ് ബി എക്സാക്ട്ലി ദ റിപ്ലിക്ക ഓഫ് ദി ഇൻപുട്ട്. അതേപോലെ തന്നെ വേണം. അങ്ങനെ വേണമെങ്കിൽ ഈ എക്സാമ്പിളിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. 1 മില്ലി ആംപിയറിൻ്റെ വേരിയേഷൻ സിഗ്നൽ കൊണ്ടുണ്ടെങ്കിൽ 1 മില്ലി ആംപിയറിൻ്റെ വേരിയേഷൻ സിഗ്നൽ കൊണ്ടുണ്ടെങ്കിൽ 0 സിഗ്നൽ കളക്ടർ കറൻറ്റ് എന്ന് പറയുന്നത് 1 മില്ലി ആംപിയർ ഇല്ലെങ്കിൽ സംഗതി പഴച്ചു. 1 മില്ലി ആംപിയർ വേണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതിലിത്തിരി കൂടിയിരുന്ന എന്താ ഉണ്ടാവുക? ഞാൻ 1ന് പകരം 1.5 വെച്ചു. അപ്പോൾ 1.5ൽ നിന്ന് കൂടി ഇവിടെ 0.5ലേക്ക് വന്ന സന്തോഷമായി. കാരണം ഒരിക്കലും കട്ട് ചെയ്ത് പോവില്ല.
അപ്പോൾ മിനിമം വാല്യൂ ആണ് ഞാൻ ഈ പറയുന്നത്. ഐ സിയുടെ ആംപ്ലിഫൈഡ് വാല്യൂവിൻ്റെ വേരിയേഷൻ എത്രയാണോ ഐ മസ്റ്റ് നോ ഇറ്റ്. ആ വേരിയേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റൂ. അത്രയെങ്കിലും മിനിമം അത്രയെങ്കിലും നമുക്ക് സീറോ സിഗ്നൽ വാല്യൂ കൊടുക്കണം. അപ്പോൾ സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ് ഷുഡ് ബി at least the amplified signal, at least equal to the amplified signal. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിന് മുമ്പേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഈ ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഉപയോഗിച്ച് ഔട്ട്പുട്ടിൽ കിട്ടാൻ സാധ്യതയുള്ള ആംപ്ലിഫൈഡ് സിഗ്നൽ എത്ര. അത് 2 മില്ലി ആംപിയർ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ മനസ്സിൽ കുറിച്ചിട്ടു ഇതിൻ്റെ സീറോ സിഗ്നൽ വാല്യൂ 2 മില്ലി ആംപിയർ വേണം. 3 മില്ലി ആംപിയർ ആണെങ്കിൽ സീറോ സിഗ്നൽ വാല്യൂ 3 മില്ലി ആംപിയർ വേണം. അതർവൈസ് സം പോർഷൻ ഓഫ് ദി ഔട്ട്പുട്ട് സിഗ്നൽ വിൽ ബി കട്ട് ഓഫ്. ഇറ്റ് വിൽ നോട്ട് ബി എക്സാക്ട്ലി ദ റിപ്ലിക്ക ഓഫ് ഇറ്റ്. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് റിഗാർഡിംഗ് ദ സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ്. രണ്ടാമത്തെ പോയിന്റ് പ്രോപ്പർ മിനിമം വാല്യൂ ഓഫ് ദ ബേസ് എമിറ്റർ വോൾട്ടേജ്. ഒരു ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനിൽ ബേസ് എമിറ്റർ വോൾട്ടേജ് എന്താണെന്ന് കാണിച്ചു തന്നിരുന്നു. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് നമുക്കറിയാം. എന്താ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്? ഇൻപുട്ടിലുള്ള വോൾട്ടേജും ഇൻപുട്ടിലുള്ള കറൻറ്റും തമ്മിലുള്ള റിലേഷൻ. ഇൻപുട്ടിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബേസും എമിറ്ററും തമ്മിലുള്ള വോൾട്ടേജ്, ഇൻപുട്ടിലുള്ള കറൻറ്റ് IB. ഇതിൽ നമുക്ക് ആ ഗ്രാഫ് വരച്ചപ്പോൾ ഇതുണ്ടാവും. ഈ വിധത്തിലാണ് നമ്മൾ വരച്ചിരുന്നത് അല്ലേ? ഷൂട്ടപ്പ് ചെയ്തു. ആദ്യത്തെ ഈ നീ വോൾട്ടേജിനെ ബേസ് ചെയ്ത് ഓരോന്നിൻ്റെ വ്യത്യാസം ഇത് വരുന്നുണ്ടാവും. നീ വോൾട്ടേജിനെ ബേസ് ചെയ്ത് ആദ്യത്തെ പാർട്ടുകളിലൊന്നും കൃത്യമായിട്ടുള്ള ഇൻക്രീസ് ഫോർവേഡ് ബയാസ് നടക്കില്ല. പൊട്ടൻഷ്യൽ ബാരിയറിനെ ഓവർകം ചെയ്യാനുള്ള വോൾട്ടേജ് എമിറ്റർ ബേസ് ജംഗ്ഷനിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആ വാല്യൂവിനേക്കാളും കുറവാണ്. ഈ വാല്യൂവിനെ നമ്മൾ നീ വോൾട്ടേജ് എന്ന് പറഞ്ഞിരുന്നു. നീ വോൾട്ടേജ് ഇത് ട്രാൻസിസ്റ്ററിൽ 0.34 ജെർമേനിയം, 0.74 സിലിക്കൺ, ഇതാണ് അതിൻ്റെ നീ വോൾട്ടേജുകളായിട്ട് നമ്മൾ പഠിച്ചത്. ആ നീ വോൾട്ടേജിലും താഴെ വോൾട്ടേജ് കൊടുത്താൽ ഒരിക്കലും ഈ ജംഗ്ഷൻ ഫോർവേഡ് ആവില്ല. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ DC ബയാസിങ് കൊടുത്ത് നിർത്തിയപ്പോൾ ഫോർവേഡ് ബയാസ് 0.3 താഴെ കൊടുത്താൽ ശരിയാവുമോ? ജർമ്മനിയത്തിന് 0.7 താഴെ സിലിക്കണ് കൊടുത്താൽ ശരിയാവുമോ? അപ്പോൾ യു ഹാവ് ടു മെയിൻറ്റെയിൻ ദ മിനിമം വാല്യൂ ഓഫ് ഇറ്റ്. കീപ് ദിസ് പോയിന്റ് ഈസ് ഇൻ മൈൻഡ്. സാധാരണ അതിലും കൂടുതൽ കൊടുത്താൽ പിന്നെ പ്രശ്നമില്ല. 0.3 എന്നുള്ളത് പറഞ്ഞ് ഇത്രയും കൂടി കൂട്ടി ചിലപ്പോൾ കൊടുക്കും. 0.5 ഒക്കെയാണ് എടുക്കാറ്. ജർമ്മനിയത്തിന് മിനിമം 0.5 വരുന്നുണ്ടോ എന്ന് നോക്കും. സിലിക്കണ 1 വോൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഈ പാർട്ടാവില്ല, ഇതിനേക്കാൾ ഉയർന്ന സ്ഥലത്താവും. അപ്പോൾ there should be proper minimum value of the base emitter voltage. Otherwise the base emitter junction will not be in the forward bias or you cannot overcome the potential barrier. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് പറയാൻ സാധിക്കും. പ്രോപ്പർ മിനിമം വാല്യൂ ഓഫ് VCE. തിങ്ക് അബൌട്ട് ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്. ഔട്ട്പുട്ടിൽ വരച്ചപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലേ? ഇങ്ങനെയാണ് ഗ്രാഫുകൾ ഫോർ ദ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് IB. കളക്ടറിൽ Y ആക്സിസിൽ കളക്ടർ കറൻറ്റും X ആക്സിസിൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് മാർക്ക് ചെയ്ത് നമ്മൾ പഠിച്ച ഗ്രാഫാണ്. ഇതിൽ ഈ വളവുകളില്ലേ ഇങ്ങനെ വന്ന് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്നത് വരെയുള്ള ഈ പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഈ പോർഷനിൽ നമ്മൾ പറയുന്ന ആംപ്ലിഫിക്കേഷൻ നല്ല വരുന്നത് അതിൻ്റെ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആവുന്നത് വരെയുള്ള വോൾട്ടേജുകളാണ്. അപ്പോൾ ഈ ഗ്രാഫ് ഓരോ ഗ്രാഫിലും നമ്മൾ ഈ ആക്റ്റീവ് റീജിയനിൽ വരുന്ന ഓരോ ഗ്രാഫിലും ഇവിടെ നിന്നുള്ള ഈ പോർഷൻ കട്ട് ഓഫാണ്. അതിന് പ്രൊപ്പോർഷനായിട്ട് കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഉണ്ടായിരിക്കണം. അതിൻ്റെ മുകളിലായാൽ മാത്രമേ
If the collector emitter voltage is, and only if the collector emitter voltage is greater than this value, the collector current is independent of the collector emitter voltage, or it is depending only on the base current. ഇങ്ങനെ പറഞ്ഞ ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലൽ ഒന്നില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനനുസരിച്ചല്ല ഇൻക്രീസ്, ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിനനുസരിച്ചാണെങ്കിൽ കാര്യമില്ലല്ലോ. നമ്മുടെ ആഗ്രഹം എന്താ? കൊടുക്കുന്ന സിഗ്നലിൻ്റെ വോൾട്ടേജിനനുസരിച്ച് കറൻറ്റിനനുസരിച്ച് ഔട്ട്പുട്ടിലെ കറണ്ട് മാറണം. അല്ലാതെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിനനുസരിച്ച് കറണ്ട് മാറിയാൽ ശരിയാവില്ല, സംഗതി പഴച്ചു. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് പ്രകാരം നമുക്ക് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. ഫോർ ദ പർട്ടിക്കുലർ ട്രാൻസിസ്റ്റർ ദർ ഈസ് എ മിനിമം വാല്യൂ ഫോർ ദ കളക്ടർ എമിറ്റർ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന്, ദ സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ്. ഞാൻ ഈ എക്സാമ്പിളിലൂടെ കാണിച്ചു തന്നു. സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ് എന്ന് പറയുന്നത് സിഗ്നൽ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കറൻറ്റാണ്. ആ കറൻറ്റാണ് ബേസ്. ആ ബേസിൻ്റെ മുകളിലേക്കാണ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. കുറയുമ്പോൾ ആ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് സിറ്റുവേഷനിൽ നിന്ന് മാറാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസിൽ നിന്ന് മാറാതിരിക്കണമെങ്കിൽ ഈ ബേസ് എപ്പോഴും മിനിമം ഈ കളക്ടർ കറൻറ്റ് കൊണ്ട്, സിഗ്നൽ കൊണ്ടുണ്ടാകുമായിരുന്ന കളക്ടർ കറൻറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതിനേക്കാളും പൊടിക്ക് കൂടുതൽ അല്ലെങ്കിൽ അതെങ്കിലും ഉണ്ടായിരിക്കണം. ഞാൻ കാണിച്ച എക്സാമ്പിളിൽ സിഗ്നൽ 1 മില്ലി ആംപിയർ ആണെങ്കിൽ സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ് 1 മില്ലി ആംപിയർ ആയിട്ട് ഞാൻ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു പാർട്ട് ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. provided I know the collector current, the maximum variation of the collector current due to the signal. Clear these 3. ഇനിയും ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ 3 പോയിൻ്റ് ശ്രദ്ധിച്ചു, നമ്മൾ തന്നെ ഭംഗിയായിട്ട് സന്തോഷമായിട്ട് ഇതൊക്കെ കീപ്പ് ചെയ്ത് കണക്ട് ചെയ്തു. ആയിക്കോളുന്നില്ല. ഈ സാധനത്തിന് സാധാരണ ഇന്ന് വരെ നമ്മുടെ മാർക്കറ്റിലുള്ള ട്രാൻസിസ്റ്ററുകൾ, ഏത് ട്രാൻസിസ്റ്റർ ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് വാങ്ങിച്ചാലും ആ ട്രാൻസിസ്റ്റർ കൃത്യമായിട്ട് തുടക്കത്തിലൊക്കെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് നിൽക്കും. 2 ദിവസം കഴിഞ്ഞോ പോയത്. എങ്ങനെ പോയി? വേറെ പല ഫാക്ടേഴ്സിൽ വരുന്നുണ്ട്. ആ ഫാക്ടേഴ്സിൽ 1-2 പോയിൻ്റ് കൂടി ഞാനിന്ന് പറയാണ്. ഒന്ന്, തെർമൽ റൺ അവേ. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിലുള്ളത്, കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിൽ ഔട്ട്പുട്ടിലുള്ള കറൻറ്റിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരുന്നു. ബീറ്റ ഐ ബി പ്ലസ് ബീറ്റ പ്ലസ് 1 ഐ സി ബി ഒ. ഓർക്കുന്നുണ്ടാവും. ലീക്കേജ് കറൻറ്റും കൂടി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇക്വേഷനെ മോഡിഫൈ ചെയ്തത്. എങ്ങനെ മോഡിഫൈ ചെയ്തു? ബീറ്റ ഐ ബി ആണ് ആക്ച്വലി കറൻറ്റ്. പക്ഷേ ആ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസ് കളക്ടർ ജംഗ്ഷനിൽ റിവേഴ്സ് ബയാസ് നമ്മൾ കൊടുത്താൽ അവിടെ വരുന്ന മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന് അത് ഫീൽ ചെയ്യുന്നത് മജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള കറൻറ്റും അതിൻ്റെ ഡെറിവേഷനും കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. ഈ പാർട്ടിൽ ഈ സാധനം നമുക്കതിനെ ലീക്കേജ് കറൻറ്റ് എന്ന് വിളിക്കാം. ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ് അതിൻ്റെ ലീക്കേജ് കറൻറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കൊണ്ടുണ്ടാകുന്ന കറണ്ട്. ബട്ട് ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. എന്ത് റോള്? സംഗതി പിഴച്ചു, സംഗതി പോയി. ഇതായി ഈ സാധനം, ഈ ലീക്കേജ് കറൻറ്റ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ. ട്രാൻസിസ്റ്ററിനെ വർക്ക് ചെയ്ത് കുറച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യും. സാവധാനം അത് ചൂടായി വരും. ചൂടാകും തോറും ഈ ലീക്കേജ് കറൻറ്റ് കൂടി വരുന്നു. ലീക്കേജ് കറൻറ്റ് കൂടുതൽ പഴയ പഠനം അനുസരിച്ച് ഒരു 10 ഡിഗ്രിക്ക് അത് ഡബിളാവെന്ന് പറയുന്നത്. ഫോർ എവരി 10 ഡിഗ്രി റൈസ് ദിസ് വാല്യൂ ഡബിൾസ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന്. ഇത് ഡബിളായാൽ കളക്ടർ കറൻറ്റ് കൂടിയില്ലേ? ഇത് ഡബിളാവില്ല, കാരണം ഇത് ഈ വാല്യൂ അത്രയ്ക്ക് കൂടുതലല്ല, മൈക്രോ ലെവലിലൊക്കെ ഉള്ളൂ. പക്ഷെ ഇതായിട്ട് ആഡ് ചെയ്യുമ്പോൾ വാല്യൂ കൂടി. ഈഫ് ദ ലീക്കേജ് കറൻറ്റ് ഈസ് ഇൻക്രീസിങ്, എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു? ടെമ്പറേച്ചർ നാച്ചുറലി റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന ഹീറ്റ് എനർജി കൂടുന്നു. I²R കൂടുന്നു. I²R കൂടിയാൽ ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടിയാൽ ലീക്കേജ് കറൻറ്റ് കൂടുന്നു. ലീക്കേജ് കറൻറ്റ് കൂടിയാൽ ഔട്ട്പുട്ടിലുള്ള കറൻറ്റ് കൂടുന്നു.
ഔട്ട്പുട്ടിലൂടെ ട്രാൻസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൂടിയാൽ വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. ദ ലീക്കേജ് കറണ്ട് ഈസ് ഇൻക്രീസിങ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ദെയർ ബൈ കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടി. ടെമ്പറേച്ചർ കൂടിയപ്പോൾ ലീക്കേജ് കറണ്ട് കൂടി. ലീക്കേജ് കറണ്ട് കൂടിയപ്പോൾ കളക്ടർ കറണ്ട് കൂടി. കളക്ടർ കറണ്ട് കൂടിയപ്പോൾ ടെമ്പറേച്ചർ കൂടി. ടെമ്പറേച്ചർ കൂടിയപ്പോൾ ലീക്കേജ് കറണ്ട് കൂടി. ഇതിങ്ങനെ ഒരു വിഷ്യസ് സർക്കിൾ. Increasing the temperature, increasing the leakage current, thereby increasing the collector current, thereby increasing the temperature. It forms a vicious circle. അങ്ങനെ കൂടി ഒരു കുറച്ച് കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂടി സഹിക്കാൻ വയ്യാത്ത വിധത്തിലാവും. ഒരു പുകയും മണമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ട്രാൻസിസ്റ്റർ കരിഞ്ഞു പോകാന്ന് പറയും. ട്രാൻസിസ്റ്റർ കരിഞ്ഞു പോകുന്നു, അടിച്ചു പോകുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഭാഷയില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ഡിസ്ട്രാക്ഷൻ. That self-destruction due to the leakage current, due to the increase in temperature and leakage current, it is called thermal runaway. തുടക്കത്തിൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉപയോഗിച്ച് കുറച്ച് നേരം, 1 മണിക്കൂർ ഇത് വർക്ക് ചെയ്ത് വരുമ്പോൾ താൻ ചൂടാവും. ചില എക്യുപ്മെൻറ്റ്സ് നമ്മൾ കണ്ടു കാണും. കുറേ കഴിയുമ്പോൾ ചൂടായി പോകുന്നു. ചൂടായി വന്നു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഫ്യൂസ് ഉണ്ടെങ്കിൽ ഫ്യൂസ് പോവും, അല്ലെങ്കിൽ സാധനം പോവും. ഇവിടെ ഈ ട്രാൻസിസ്റ്റർ തന്നെ പുകഞ്ഞു പോകും. ദാറ്റ് കൺസെപ്റ്റ് ഈസ് കോൾഡ് തെർമൽ റണ്ണവേ. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിലെ ദ സെൽഫ് ഡിസ്ട്രാക്ഷൻ due to the increase in temperature, it is defined as, or it is called thermal runaway. അപ്പോൾ നമ്മളെല്ലാ കണ്ടീഷനും നോക്കി, പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് നോക്കി, പ്രോപ്പർ മിനിമം വാല്യൂ വി ബിക്ക് നോട്ട് ചെയ്തു, പ്രോപ്പർ മിനിമം വാല്യൂ വി സിക്ക് നോട്ട് ചെയ്തു. ബട്ട് കുറച്ച് നേരം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആ സാധനം ഔട്ട് ഓഫ് കൺട്രോള്, കരിഞ്ഞുപോയി, പുകഞ്ഞുപോയി, അടിച്ചുപോയി. ഇതാണ് തെർമൽ റണ്ണവേ. വി ഹാവ് ടു സേവ് ദ ട്രാൻസിസ്റ്റർ ഫ്രം ദിസ് സെൽഫ് ഡിസ്ട്രാക്ഷൻ. അപ്പോൾ ആംപ്ലിഫിക്കേഷനിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട, ഒരു ട്രാൻസിസ്റ്ററിനെ ഭംഗിയായിട്ട് കണക്ട് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തിക്കുമ്പോൾ ഈ 3 പോയിൻ്റ് പറഞ്ഞതിൽ കൂടെ 4-മത്തെ ഒരു പോയിൻ്റ് തെർമൽ റണ്ണവേയിൽ നിന്നും കൂടി നമുക്കതിനെ രക്ഷിക്കണം. തെർമൽ റണ്ണവേയിൽ നിന്ന് രക്ഷിക്കണം. 5-മത്തെ ഒരു പോയിൻ്റായിട്ട് നമുക്ക് പഠിക്കാവുന്നത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ വേരിയേഷൻ, അതിൻ്റെ ഇൻഹറൻറ്റ് വേരിയേഷൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്. അത് കുറച്ചൊക്കെ നമുക്ക് നോക്കി ചെയ്യാം. ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സിൽ പ്രധാനമായിട്ടുള്ളത് ബീറ്റ എന്ന് പറയുന്ന വാല്യൂ അവർ പറയുന്നു. അവർ മീൻസ് മാർക്കറ്റിൽ നിന്ന് അവർ ഉണ്ടാക്കുന്ന കമ്പനിക്കാർ പറയുകയാണ് 500 ഉണ്ട്. 500 അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ 500 ടൈംസ് ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടുന്നു. വി വിൽ ബി ഹാപ്പി. 500 വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മാറി. വാഹനങ്ങളുടെ മൈലേജ് കമ്പനിക്കാർ 20 km/ലിറ്റർ എന്ന് പറയും. നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ 20 ഇല്ല, 18 ഇല്ല, 17 ഇല്ല, 15 ഇല്ല, 10 ആയിട്ടും കുറയും. എന്താ കാരണം? ഐഡിയൽ കണ്ടീഷൻസിൽ അല്ല ഫ്ലോ ചെയ്യുന്നത്, ഐഡിയൽ കണ്ടീഷനിലൂടെയല്ല ഡ്രൈവ് ചെയ്യുന്നത്. അതേപോലെ ഈ കണ്ടീഷൻസിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നാൽ ദർ വിൽ ബി ദ വേരിയേഷൻസ് ഇൻ ബീറ്റ. വി കനോട്ട് അഷ്വർ ദ ആംപ്ലിഫിക്കേഷൻ ആസ് ബീറ്റ. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അവർ പറഞ്ഞ മെൻഷൻഡ് വാല്യൂ കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കമ്പനിയിൽ നിന്ന് അവർ മാനുഫാക്ചറിങ് ഡാറ്റയിൽ അവർ തരും. ബട്ട് പ്രാക്ടിക്കൽ കേസിൽ മാറ്റം വരും. ആദ്യത്തെ ദിവസം ഉപയോഗിച്ചപ്പോൾ ഉണ്ടാകുന്ന വാല്യൂ അല്ല പിറ്റേ ദിവസം നമ്മൾ ഇതേ സാധനം ഉപയോഗിച്ച്, ഇതേ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസ് സ്റ്റഡി ചെയ്ത് ഗ്രാഫ് വരച്ച് കണ്ടുപിടിച്ചാൽ പിറ്റേ ദിവസം സ്ലൈറ്റ് വേരിയേഷൻ വരാം. അപ്പോൾ ദർ മേ ബി ദ വേരിയേഷൻസ് ഇൻ ദ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്. അതിന് നമുക്ക് കാരണം നമ്മളെ കുറ്റമല്ല, കമ്പനിക്കാരും പറയും അതില്ല, അവർ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ഒരു ജർമ്മേനിയൻ ക്രിസ്റ്റൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ട് ഡോപ്പിംഗ് നടത്തുന്നു, ഇപ്പുറത്ത് പെൻറ്റാവാലൻ്റ് വയ്ക്കുന്നു. ഇതൊക്കെ വെച്ചാലും സ്ലൈറ്റ് വേരിയേഷൻസ്, ഹൈടെക് ടൈപ്പിലുള്ള സാധനമായതുകൊണ്ട് ചെറിയ വേരിയേഷൻസ് വരും. ആ ഇൻഹറൻറ്റ് വേരിയേഷൻസിനെ കുറിച്ച് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യണം. അങ്ങനെ ഇൻഹറൻറ്റ് പാരാമീറ്റേഴ്സിൽ വരുന്ന വേരിയേഷൻസാണ്. ഇങ്ങനെ എന്ത് വേരിയേഷൻസ് വന്നാലും അവനെ കൃത്യമായിട്ട് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ
കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്തെല്ലാം ഫിക്സഡ് ആയിട്ട് മാറ്റണം. അപ്പോൾ ഈ പോയിൻ്റ് കൂടി ശ്രദ്ധിക്കാം. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ ഈ പോയിന്റുകളിൽ നിന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വാക്കും കൂടിയാണ് സ്റ്റെബിലൈസേഷൻ. ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു വിത്തൗട്ട് എനി ചേഞ്ച്. ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് ഇതിൽ എന്തൊക്കെ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ടോ ആ വേരിയേഷൻസ് എല്ലാം നമുക്ക് ഒഴിവാക്കി സ്റ്റെബിലൈസ്ഡ് ടൈപ്പിലേക്ക് മാറ്റാൻ എങ്ങനെയാണ് നമുക്ക് പൊളാരിറ്റികൾ കൊടുക്കേണ്ടത്, ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഒബേ ചെയ്യുന്ന വിധത്തിൽ ട്രാൻസിസ്റ്ററിന് വേണ്ടത്ര പൊളാരിറ്റികൾ കൊടുക്കുന്നു. പൊളാരിറ്റി ഇൻ ദ സെൻസ് ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയാസ്, base collector junction should be reverse bias, and there should be proper flow of the zero signal collector current. There should be the value of proper minimum base emitter voltage, proper minimum collector emitter voltage, and besides we have to save the transistor from thermal runaway, from the variations, inherent variations, and from the variations due to the temperature. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ഒരു ട്രാൻസിസ്റ്ററിന് വേണ്ട വിധത്തിലുള്ള പൊളാരിറ്റികൾ കൊടുക്കുന്നതിനെയാണ് ട്രാൻസിസ്റ്റർ ബയാസിങ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ ബയാസിങ് എങ്ങനെ നമുക്ക് ട്രാൻസിസ്റ്ററിന് പൊട്ടൻഷ്യൽ കൊടുക്കാം, അതിന് നമ്മൾ സിമ്പിളായിട്ട് കഴിഞ്ഞതിൽ വരച്ചു വെച്ചതാണ്. ഒരു PNP ട്രാൻസിസ്റ്റർ എടുക്കുന്നു, ആ PNP ട്രാൻസിസ്റ്ററിൻ്റെ ഇപ്പുറത്ത് ഈ വിധത്തിൽ ഫോർവേഡ് ബയാസ് വരിക, ഇപ്പുറത്ത് റിവേഴ്സ് ബയാസ് വരുത്തുക, ഇങ്ങനെ വരുത്തി നമ്മൾ കണക്ട് ചെയ്തത് വളരെ സിമ്പിൾ ഡയഗ്രാമാണ്. പക്ഷേ ഈ സിംപ്ലിസിറ്റി ആക്ച്വൽ യൂസേജിലില്ല. ഇതിൻ്റെ വേറൊരു പ്രശ്നം, ഇങ്ങനെ രണ്ട് സോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ എല്ലായ്പ്പോഴും രണ്ട് സോഴ്സ് ഉപയോഗിച്ച് വേണ്ടത്ര പൊളാരിറ്റി കൊടുക്കാൻ സാധിക്കില്ല. സാധിച്ചാൽ തന്നെ അതിൻ്റെ നമ്മളുടെ ഡിപ്പെൻഡൻസ് നമ്മൾ കെയർഫുള്ളായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനിലൊക്കെ ഔട്ട്സൈഡിൽ ഒരു സോഴ്സ് കൊടുക്കുന്നു, ഇൻപുട്ടിൽ ഒരു സോഴ്സ് കൊടുക്കുന്നു. ഈ സിറ്റുവേഷൻ മാറ്റിയിട്ട് ബൈ യൂസിങ് എ സിംഗിൾ സോഴ്സ്, ബൈ യൂസിങ് എ സിംഗിൾ EMF, we give the proper polarities for the three terminals. എമിറ്ററിലേക്ക് ആവശ്യമുള്ള കൊടുക്കുന്നു, ബേസിലേക്ക് ആവശ്യമുള്ള കൊടുക്കുന്നു, കളക്ടറിലേക്ക് ആവശ്യമുള്ള കൊടുക്കുന്നു. ആ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ വക ഇക്വേഷൻസും ഈ വക നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാവുന്ന വിധത്തിൽ അതിൻ്റെ ബയാസിങ് നടത്തി വേണ്ടത്ര പൊളാരിറ്റി കൊടുക്കുന്നതിന് വി കോൾ ഇറ്റ് ആസ് ട്രാൻസിസ്റ്റർ ബയാസിങ്. ആ ട്രാൻസിസ്റ്റർ ബയാസിങ്ങിൻ്റെ നമുക്ക് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാം. അപ്പോൾ ഇതുവരെയുള്ള ഡീറ്റെയിൽസ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സാണ്. ഒരു ട്രാൻസിസ്റ്ററിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അനലൈസ് ചെയ്യുന്ന തിയററ്റിക്കൽ സൈഡും മാത്തമാറ്റിക്കൽ സൈഡും ഭംഗിയായിട്ട് നമ്മൾ ഒന്ന് ഡീൽ ചെയ്തു. ഈ പോയിൻറ്റ്സ് എല്ലാം മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊരു ട്രാൻസിസ്റ്ററിനെ നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള വിധത്തിലുള്ള പൊളാരിറ്റി കൊടുത്ത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറ്റാം. അങ്ങനെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറ്റിയതിന് ശേഷം അതെങ്ങനെ ഒരു ആംപ്ലിഫയർ ആക്കാം, എങ്ങനെ ഓസിലേറ്റർ ആക്കാം, എങ്ങനെ മോഡുലേറ്റർ ആക്കാം, ഈ വക ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അടുത്ത തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഭംഗിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.